നിറയെ പേഷ്യൻസ് ഒരുപാട് മോശമായിട്ട് ഒത്തിരി ക്യാവിറ്റീസ് പല്ലാടിയിട്ട് ഇങ്ങനെയെല്ലാം മോശമായിട്ടുള്ള കണ്ടീഷൻസിൽ ഞങ്ങളടുത്ത് വരാറുണ്ട്. എന്താ നിങ്ങൾ മുന്നേ വരാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ള ഒരു ആൻസർ പേടിച്ചിട്ടാണ്. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പേടി. ഈ പേടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നതാണ് നല്ലത്. മാക്സിമം പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് കേരീസിനായിരിക്കും. കേരീസ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി. അപ്പോൾ ക്യാവിറ്റി വരാതെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതിന് പറ്റിയ കുറച്ച് കാര്യങ്ങളായി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്താൽ ക്യാവിറ്റി വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിറയെ പേർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവർ ഒത്തിരി ആസിഡിക് ഡ്രിങ്ക്സ് അതായത് ഒരുപാട് കുടിക്കുന്നുണ്ടാവും, അത് ക്യാവിറ്റി ഉണ്ടാക്കുന്നൊരു സാധനമാണ്. രണ്ടാമത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചോക്ലേറ്റ് എന്നുള്ളത്. ഈ ചോക്ലേറ്റ് മാത്രമല്ല, ഷുഗർ കണ്ടൻറ്റ് ഒരുപാടുള്ള സാധനങ്ങളെല്ലാം തന്നെ ക്യാവിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് നമ്മുടെ ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി ഫുഡ്സ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കടവാപ്പല്ലെല്ലാം പോയിട്ടത് നമ്മൾ ച്യൂ ചെയ്ത് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കും. ഇത് ക്യാവിറ്റി ഉണ്ടാക്കാനായിട്ട് കാരണമാവും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക. ഒന്നെന്ന് പറയുന്നത് നിറയെ പച്ചക്കറി, ഫ്രൂട്ട്സ് ചവച്ച് കഴിക്കുക. ഫൈബ്രസ് ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ചവച്ചരയ്ക്കുമ്പോൾ ഈ എന്തെങ്കിലും സ്റ്റിക്കി ഫുഡ് ഉണ്ടെങ്കിലും അത് ക്ലീൻ ആകും. പ്ലസ് നമ്മുടെ സലൈവറി പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. രണ്ടാമത്തെ ആസിഡിക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. കോഫിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ അൺടൈമിൽ ഫുഡ് കഴിക്കാതിരിക്കുക. അതായത് ചിലരുണ്ട് ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബ്രഷ് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി കാരണം അങ്ങനെ വിടും, പല്ലിന് മേലെ ഒട്ടും ക്യാവിറ്റി വരും. ഇതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് ഹാബിറ്റ്. എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് നല്ല ഹാബിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയണമെന്നില്ല, ഇവിടെ എന്നാലും ബ്രഷിങ്, ഫ്ലോസിങ്, മൗത്ത് വാഷ് യൂസ് ചെയ്യുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക, ഇതൊക്കെയാണ് നല്ല ഹാബിറ്റ്സ്. ഈ ഹാബിറ്റ്സ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളത് ചെയ്യുന്നത് കറക്റ്റ് രീതിയിലാണോ എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് ക്യാവിറ്റി വരും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കിൻ്റെ പ്രശ്നമായിരിക്കും അത്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള പേസ്റ്റോ അല്ലെങ്കിൽ ബ്രഷോ, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ പോരായ്മ കൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ വരാം. അതേപോലെ ഫ്ലോസിങ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ എടുത്തിട്ട് പല്ല് കുത്തുക അല്ലെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യുക. മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് പകരം ഡെൻ്റൽ ഫ്ലോസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനിഷ്യലി കുറച്ച് പാടാണ്, കാരണം കുറേ പേഷ്യൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നൂല് പോലെയുള്ളപ്പോഴത്തേക്കും മറ്റും ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ കൺട്രോൾ കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളത് ഉപയോഗിച്ച് തുടങ്ങി നിങ്ങൾക്കത് ശീലമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കെയർ ആണത്. എന്ന് വെച്ചാൽ ഗംസിനൊന്നും ഇഷ്യൂസ് വരില്ല. ഈ ടൂത്ത് പിക്ക് പിന്നെ എല്ലാം ഗംസിനെയും ഡിസ്ട്രോയ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഏറ്റവും അവസാനമുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രിവെൻഷൻ. പക്ഷേ നിങ്ങളുടെ ഡെന്റിസ്റ്റിനടുത്ത് പോയി തന്നെ പറ്റുള്ളൂ. വലിയതായിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമില്ല അവിടെ. കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ ഫ്ലൂറൈഡ്സ് അപ്ലൈ ചെയ്യും. കുറച്ചുകൂടി വലിയ പെർമനന്റ് ടൂത്ത് വരുമ്പോഴത്തേക്ക് പിറ്റ് ആൻഡ് ഫിഷർ സീൽ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പ്രൊഫഷണലി ട്രെയിൻ ഡെന്റിസ്റ്റ് വന്നിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പല്ലിൻ്റെ പുറത്തുള്ള ഈ കുഴിയൊക്കെയുള്ള സർഫസിനെ അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് ഫുഡ് പടിയാത്ത പോലെ അല്ലെങ്കിൽ ഫുഡ് അടങ്ങിയിരിക്കാത്ത പോലെ മോഡിഫൈ ചെയ്ത് തരും. ഇത് ഇത്രയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ക്യാവിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ കേരീസ്, ഡെന്റൽ കേരീസ് എന്ന് പറയുന്നതിന് ഒരുപാട് നമുക്ക് അവോയ്ഡ് ചെയ്യാം.